Hi dear students, this is the sixth presentation from the first module of the subject Sustainable Engineering. In this presentation, we will discuss nexus between technology and sustainable development. Okay, so nexus means something connection. Okay, there is a strong connection, that is the meaning of nexus. So always there is a relation between technology as well as sustainable development. We know that both has to go hand in hand, then only we can accomplish sustainable development. So there is a strong interconnection between technology as well as sustainable development. Sustainable development policy seeks to change the measure of economic growth rather than limit it. We know that നമ്മൾ ഉദ്ദേശം എന്താണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ഇല്ലാണ്ടാക്കുക എന്നില്ലല്ല, എന്തും കൂടെ ചെയ്യണം, അതിനൊരിക്കലും ലിമിറ്റ് ചെയ്യാണ്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് കൊണ്ടുവരേണ്ടത്. എക്കണോമിക് ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യാണ്ടുള്ള ഡെവലപ്മെൻറ്റ്. നമ്മളിപ്പം പറഞ്ഞു ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്ന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും, പക്ഷേ അതൊന്നും എന്തിന് ഹെൽപ്പ് ചെയ്യില്ല. ഡെവലപ്മെൻറ്റിന് എക്കണോമി ഡെവലപ്ഡ് ആയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ്, സോഷ്യലി നമ്മൾ ഡെവലപ്പ് ആണെങ്കിൽ എക്കണോമിക്കലി ഡെവലപ്ഡ് ആവണം അല്ലേ. അപ്പോൾ ഓൾ ദീസ് തിങ്സ് ആർ ഇൻ്റർ കണക്റ്റഡ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് ടെക്നോളജിയും സസ്റ്റൈനബിലിറ്റിയും തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. For the achievement of the sustainable development, the fundamental issue should be addressed immediately at the local, regional and global level. The role of science and technology is critical at all these levels. സോ നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ വരുന്നതായിരിക്കാം. അപ്പോൾ നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നതിലുള്ള ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഓൾറെഡി എന്തൊക്കെയാണ് ചലഞ്ചസ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് ആ ലോക്കൽ ലെവലിൽ അല്ലെങ്കിൽ റീജിയണൽ ലെവൽ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അപ്പോഴേ തന്നെ അത് അഡ്രസ്സ് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരും, അതിന് വേണ്ട മെഷേഴ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ മെഷേഴ്സ്, അതിന് വേണ്ട മെഷേഴ്സ് നമ്മൾ എടുക്കണമെങ്കിൽ എന്ത് വേണം, അതിന് എന്ത് കൂടിയേ പറ്റൂ. റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീസ് വെരി ക്രിട്ടിക്കൽ അല്ലേ. അപ്പോൾ സയൻറ്റിഫിക്കലി നമ്മൾ അതിനൊരു സൊല്യൂഷൻ കൊടുക്കാത്തിടത്തോളം നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മളതിൽ എന്ത് വേണം, സൊല്യൂഷൻസ് വേണം. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഗ്ലോബൽ ലെവലിൽ പറയുകയാണെങ്കിൽ ഒരു അറൗണ്ട് 2000 ആ ടൈമിലാണ്, 90s ആൻഡ് 2000 ആ ടൈമിലാണ് ഓസോൺ ഡിപ്ലീഷൻ്റെ ഒരു വലിയ ഇഷ്യൂസ് വരുന്നത് അല്ലേ. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് എന്താണ്, എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നതെന്ന് കണ്ടെത്തണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ത്രൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ് അല്ല. എന്താണ് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ച് അതിന് നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് എന്തൊക്കെയാണ്. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ പോലും അത്തരം ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് സ്ട്രോങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതുകൊണ്ട് എന്താ കുറേ ഭാഗം നമുക്കിപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ, അതിന് മുന്നേ വന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായിരുന്നു പല സ്ഥലങ്ങളിലും പോവർട്ടീസിൻ്റെ ഇഷ്യൂസ് അല്ല. സോമാലിയ പോലുള്ള രാജ്യങ്ങളുടെ പേരുകൾ നമ്മൾ കേട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്താണ്, 1980s ആ സമയത്താണ് നമ്മൾ കേട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വേണമെങ്കിലും എന്താണ്, റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് ക്രിട്ടിക്കൽ. The tools of sustainable development are aimed at achieving technological changes such as recycling, waste minimization, substitution of materials, changed production process, pollution control and more efficient usage of resources. ഇപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ആക്ച്വലി എവറിത്തിങ് ഈസ് ഹാവിങ് സം എയിം. അപ്പോൾ അതൊക്കെ ഇവിടെയും അച്ചീവിങ് ടെക്നോളജി ചേഞ്ചസ് ആർ മോർ കോൺസെൻട്രേറ്റഡ് ഓൺ എയ്തർ ഓൺ റീസൈക്ലിംഗ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എങ്ങനെ, ഒന്നിക്കലും നമുക്ക് റീസൈക്ലിംഗ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എന്ത് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ വേസ്റ്റ് മിനിമൈസേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മെറ്റീരിയൽസ്, ചിലപ്പോൾ ഇപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മെറ്റീരിയൽസ്, ചേഞ്ച് പ്രൊഡക്ഷൻ പ്രോസസ്സ്, നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ എൻ്റയർ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, കാരണം പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ എഫിഷ്യൻറ്റ് യൂസേജ് ഓഫ് റിസോഴ്സ്, ഇപ്പോഴുള്ള റിസോഴ്സിനെ എങ്ങനെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എന്ത് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റിന് കൊണ്ടുവരുന്നത്. റോൾ ഓഫ് ടെക്നോളജി ഇൻ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ്. അപ്പോൾ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ എന്താണ് ടെക്നോളജിക്കുള്ള റോള്, അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് റോൾ ഓഫ് ടെക്നോളജി ഇൻ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരുന്നതിൽ ടെക്നോളജിക്ക് എന്താണ് റോളുള്ളത്. ഓക്കെ, എവറിത്തിങ് വി നീഡ് ഫോർ അവർ സർവൈവൽ ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ദാറ്റ് സറൗണ്ട് us. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. ബൈ മെയിൻറ്റെയിനിങ് അവർ വേ ഓഫ് ലൈഫ് ഇൻ എ വേ ദാറ്റ് ഡസ് നോട്ട് ഡിപ്ലീറ്റ് അവർ റിസോഴ്സസ്, വി ആർ എൻഷുറിംഗ് ദാറ്റ് ഫ്യൂച്ചർ ജനറേഷൻ വിൽ ആൾസോ ബി ഏബിൾ ടു സസ്റ്റെയിൻ ദംസെൽസ്. സോ വാട്ട് ഈസ് അവർ മോട്ടീവ്, we have to live in a way that we should not deplete our natural resources so that it is available for the future generation also. Green technology's goal is to replace practices and methods that damage or deplete natural resources with alternative practices that are
സസ്റ്റൈനബിൾ ആൻഡ് എഫിഷ്യൻസി. അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ് ഗ്രീൻ ടെക്നോളജി എന്ന്. ഗ്രീൻ ടെക്നോളജിൻ്റെ എയിം എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മളിപ്പോഴും ഫോളോ ചെയ്തിരിക്കുന്ന പല മെത്തേഡ്സും അല്ലെങ്കിൽ പ്രാക്ടീസസും നാച്ചുറിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് പ്രാക്ടീസസ് അല്ലെങ്കിൽ മെത്തേഡ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രീൻ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ partaking the alternatives like renewable energy, which is energy harnessed from the renewable sources like wind, water and solar, instead of limited sources of like fossil fuels, we can cut down the pollution and avoid depleting natural resources. ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള നോൺ കൺവെൻഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജീസ് എന്തൊക്കെയാണ്, ഫോസിൽ ഫ്യൂവൽസ്, അങ്ങനെയുള്ള ഫ്യൂവൽസിനെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് പകരം നമുക്ക് എന്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, റിന്യൂവബിൾ സോഴ്സിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പൊല്യൂഷൻസ് ഒക്കെ ഒരുപാട് കുറക്കാൻ പറ്റും. അങ്ങനെ പൊല്യൂഷൻസ് കുറക്കാൻ പറ്റിയത് എന്താണ്, എൻവയോൺമെൻറ്റ്. വി ആർ ആക്ച്വലി പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെൻറ്റ് ഓർ റിസർവിങ് അവർ എൻവയോൺമെൻറ്റ് ഫോർ ദി ഫ്യൂച്ചർ ജനറേഷൻ. ദാറ്റ് ഈസ് ദ ബേസിക് എയിം ഓഫ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി അല്ലേ. നമ്മൾ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിൾ ഉദ്ദേശിക്കുന്നത് അതാണ്, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക അല്ലേ. നമുക്കുള്ള അതേപോലെ അവർക്കും അവകാശങ്ങളുണ്ട്, അത് അവർക്ക് കൊടുക്കുക. അപ്പോൾ അതിന് നമുക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്, റിന്യൂവബിൾ എനർജിയിൽ കൂടുതൽ ഡിപ്പെൻഡ് ആവുക. നോൺ റിന്യൂവബിളിനെക്കാട്ടിയും കൂടുതൽ റിന്യൂവബിൾ എനർജിയിൽ ഡിപ്പെൻഡ് ആവുക. പക്ഷേ അവിടെയുള്ള ചലഞ്ച് എന്താണ്, ആക്ച്വലി വാട്ട് ഇസ് ചലഞ്ച് ഈസ് ഓഫ് കോഴ്സ് ദ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലേ. ടെക്നോളജിക്കലി നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്താത്തിടത്തോളം കാലം നമുക്ക് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് യൂട്ടിലൈസ് അവർ റിന്യൂവബിൾ സോഴ്സ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് പ്ലെൻറ്റി അവൈലബിൾ ഇൻ നാച്ചർ, ബട്ട് ദർ ഇസ് നോ ടെക്നോളജി ടു utilize these renewable resources. That is the main problem. So if we are technically sound or we are developing some technology to harvest this renewable energy, then of course we can move towards environmental sustainability. Green technology's goal is to replace practice, that already we have discussed. Green building, also known as sustainable building, refers to a structure that is resource efficient as well as being environmentally responsible. അതുപോലെ തന്നെ വേറെ ഗ്രീൻ ടെക്നോളജി പോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഗ്രീൻ ബിൽഡിംഗ്. ഇതൊക്കെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഗ്രീൻ ടെക്നോളജി പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഗ്രീൻ ബിൽഡിംഗ്. സോ നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഗ്രീൻ ബിൽഡിംഗ് മൊത്തം പച്ചയായിട്ടുള്ള ബിൽഡിംഗ്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സസ്റ്റൈനബിൾ ബിൽഡിംഗ്. Green building known as sustainable building refers to a structure that is resource efficient, that is important, as well as being environmentally responsible. Resources, അത് ഒരു ബിൽഡിംഗ് അതിന് വേണ്ട റിസോഴ്സ് അതന്നെ ഉണ്ടാക്കുക. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ബിൽഡിംഗ്, ഇപ്പം നമ്മളൊരു വീടാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ വീടിലേക്ക് വേണ്ട എനർജി ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ്, കറണ്ട് ലൈനിൽ നിന്നുള്ള കറണ്ട് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് നമ്മൾ എവിടെ നിന്നും ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന തെർമൽ പവർ സ്റ്റേഷനൊക്കെ ജനറേറ്റ് ആയിട്ട് വരുന്ന കറണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ എന്താണ്, നമ്മൾ പ്രകൃതിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നു. നാച്ചുറൽ ഡിപ്ലീഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് അല്ല. തെർമൽ പവർ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ലോട്ട് ഓഫ് എ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് കോൾ ഈസ് ബീങ് ബേൺ ടു പ്രൊഡ്യൂസ് ദ ഹീറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് പൊല്യൂഷൻ ഫോർ ദി എൻവയോൺമെൻറ്റ് അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മളെ ബിൽഡിങ്ങിലേക്ക് നമുക്ക് വേണ്ട, വീട്ടിലേക്ക് വേണ്ട എനർജി നമ്മളെ വീട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഇംപ്ലിമെൻറ്റിംഗ് ദ സോളാർ പാനൽസ്, സിംപ്ലസ്റ്റ് വൈസ് ഇംപ്ലിമെൻറ്റേഷൻ സോളാർ പാനൽ. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് വേണ്ട എനർജി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ബിൽഡിങ്ങിനാണ് എന്ത് പറയുന്നത്, ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ട എനർജീസ് അത് തന്നെ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ, എനർജീസ് മാത്രമല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സോളാർ പാനൽ കോസ്റ്റ്ലി ആണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എനർജി കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി കൺസംഷൻ കുറക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കുകയാണ്, കുറച്ച് കെയർ എടുക്കണം. നമ്മൾ വെറുതെ വേണ്ടാത്ത സമയത്ത് ലൈറ്റ് ഓഫ് ആക്കിയിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ എന്താണ്, നമുക്ക് ഒരുപാട് എനർജി കുറക്കാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ ചില ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്താണ് മേൽക്കൂര ഗ്ലാസ് ആയിരിക്കും ചില പോർഷനിൽ. വാട്ട് ഈസ് ദ പർപ്പസ്, ഫോർ ദി പ്രോപ്പർ ലൈറ്റിംഗ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയങ്ങളിൽ പകൽ ടൈമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് ബൾബ് അങ്ങനത്തെ സാധനത്തിൻ്റെ ആവശ്യമേ വരില്ല. ചില വീടുകളുണ്ട്, ചിലപ്പോൾ പകലാണെങ്കിൽ പോലും ലൈറ്റ് ഇടേണ്ട അവസ്ഥയായിരിക്കും. ദാറ്റ് ഈസ് കൺസ്ട്രക്ഷനിലുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് അതിന് വേണ്ട എയറേഷൻ വെന്റിലേഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്, ലോ എനർജി കൺസപ്ഷൻ ബിൽഡിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ബിൽഡിംഗ് സെൽഫ് സഫിഷ്യൻ്റ് ആണെന്ന് പറയാം എനർജീൻ്റെ കേസിൽ. അങ്ങനെയുള്ള ബിൽഡിങ്സുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗ്രീൻ ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എന്തൊക്കെയോ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കാൻ പറ്റും, അത് നിങ്ങൾ സ്വയം ആലോചിച്ചെടുക്കുക. നിങ്ങളതായിട്ട് ഐഡിയാസ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം, എങ്ങനെയൊക്കെ ഗ്രീൻ ബിൽഡിങ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് പ്രൊപ്പോസ് ചെയ്യുക. അപ്പോൾ നിങ്ങളതായ കുറച്ച് ഇമാജിനറി ഐഡിയാസ് നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ല, ഇമാജിനറി ഐഡിയാസ് നിങ്ങൾക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ എന്ത് പറയാം, നമ്മളിപ്പം ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് AC യൂസ് ചെയ്യുന്നുണ്ട്. മിക്ക വീടുകളിൽ AC യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് AC യൂസ് ചെയ്യേണ്ടത്,
ചൂട് കൂടുതലായതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ വാൾസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ മിക്കവാറും കല്ലുകൊണ്ട് അത് സിമെൻറ്റ് തേച്ചിട്ടാണ് വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതന്നെ എന്താണ് ഒരു ഫോൾട്ടാണ് അല്ലേ. അപ്പോൾ അത് ചൂട് സിമെൻറ്റും കാര്യങ്ങളൊക്കെ എന്താണ് ചൂട് കൂട്ടുന്ന സംഭവങ്ങളാണ്. അതിന് പകരം നാച്ചുറലായിട്ടുള്ള ചൂട് കൂട്ടാത്ത, ചിലപ്പോൾ കോസ്റ്റ്ലി ആയിരിക്കാം, ഇനീഷ്യലി കോസ്റ്റ്ലി ആണെങ്കിലും നമുക്ക് എന്ത് സംഭവിക്കും, ചൂടധികം ഇല്ലാത്ത ബിൽഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എ സിൻ്റെ ഉപയോഗം നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ലോങ് ടൈം ഒരു 10 കൊല്ലത്തേക്ക് എ സി ഉപയോഗിക്കുമ്പോൾ വരുന്ന കൺസംഷൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ് ഈ നമ്മൾ ചെറുതായിട്ട് ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് വരുന്ന എക്സ്ട്രാ ചിലവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നും ആയിരിക്കില്ല, മനസ്സിലല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കുറച്ചധികം ചിലവ് ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ പോലും പിന്നെ നമുക്ക് ഒരുപാട് സേവിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിൽ ടെക്നോളജിക്കലി നമ്മൾ എന്ത് ചെയ്യണം, മാറേണ്ടിയിരിക്കുന്നു. ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് നമ്മൾ കാണണം. കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മൾ അതേപോലെ ഫോളോ ചെയ്യുന്നതിന് പകരം നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റും. ചിലരെങ്കിലും ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ അല്ലെ, എന്താണ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിച്ച് ചൂടൊന്നും അധികം ഇല്ലാത്ത രീതിയിലുള്ള ബിൽഡിങ്ങുകൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എടുക്കുന്നുണ്ട്. Next main thing is e-GAINS uses weather forecasting to predict how future weather patterns will affect the building structure, which can eliminate excess use of heat, energy consumption and greenhouse gas emissions. നമുക്ക് e-GAIN എന്നുള്ള മെത്തേഡ് വെച്ചിട്ട് e-GAIN ദാറ്റ് മീൻസ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലുള്ള എൻവയോൺമെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഉണ്ടാക്കുക, സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് e-GAIN. എനിവേ e-GAIN മീൻസ് ക്ലബിംഗ് ദ പ്രഡിക്ഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് along with the building construction technologies. അതിനാണ് ഇത് പറയുന്നത് e-GAIN. നമ്മൾ എന്താ പറയുക, ഇനി അങ്ങോട്ടുള്ള എങ്ങനെയായിരിക്കും എന്നുള്ള പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ അത്രയും സംവിധാനം ടെക്നോളജിക്കലി നമ്മളത് ഡെവലപ്ഡ് ആയതുകൊണ്ട് നമുക്കെല്ലാം ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. വി ആർ ഓൾവേസ് ഏബിൾ ടു ഫോർകാസ്റ്റ് എവറിത്തിങ്. സോ ആഫ്റ്റർ 15 years വാട്ട് വിൽ ബി അവർ എൻവയോൺമെൻറ്റ് അല്ലേ, ആ രീതിയിൽ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇപ്പോഴുള്ള കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി. So all these are some few examples only. See, everywhere, when it is green technology, green building, e-GAIN, everything is depending on the technology. Without technology, we cannot implement anything. So always sustainable development is having a strong connection with the technological developments or technology. Okay. So by planning ahead, we can eliminate waste and redundancies, which ensures the longevity of our natural resources for future generation. ഓക്കെ, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റും. ഓക്കെ, റോൾ ഓഫ് ടെക്നോളജി ഇൻ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ഹൗ ടെക്നോളജി ഈസ് കണക്റ്റഡ് ടു ദി എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. നമ്മൾ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഡെഫിനിഷൻ തന്നെ നമുക്കറിയാം എന്താണ്. എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എൻറ്റെയിൽസ് വേരിയസ് സ്ട്രാറ്റജീസ് ദാറ്റ് യൂസസ് റിസോഴ്സസ് ഒപ്റ്റിമലി ആൻഡ് റെസ്പോൺസിബിളി സോ ദാറ്റ് ബാലൻസ് ക്യാൻ ബി അച്ചീവ്ഡ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. നമുക്ക് എപ്പോഴും എന്തായിരിക്കണം, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഓൾവേസ് ദർ ഷുഡ് ബി സം ഇൻകം അല്ലെ, ജനറേറ്റിംഗ് പ്രോഫിറ്റ് ഷുഡ് ബി ദർ. അതാണ് മെയിൻ പറയുന്നത്. ഒരിക്കലും നമ്മൾ പ്രോഫിറ്റിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റില്ല. we have to engage in some businesses and it should always return some income. അതാണ് നമ്മൾ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ it should on the other side it should not affect the social sustainability as well as the environment sustainability. ആ രീതിയിലുള്ള ബിസിനസ് വേണം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ് ദാറ്റ് യൂട്ടിലൈസസ് ഗ്രീൻ ടെക്നോളജി ആൻഡ് ഹാവ് എ മിനിമൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് ഷുഡ് ബി എൻകറേജ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ദി കമ്മ്യൂണിറ്റീസ്. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലും ഗ്രീൻ ടെക്നോളജിയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യുക, ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെയുള്ളതിന് കൂടുതൽ വാല്യൂ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ്, ഒരേ പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് ഗ്രീൻ ടെക്നോളജി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റലിനെ കുറച്ചുകൂടെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് ആണെന്നിരിക്കാം. മറ്റെന്താണ് നോർമലി എൻവയോൺമെൻറ്റിന് ഒരു കൺസിഡറേഷൻ കൊടുക്കാനുള്ള പ്രൊഡക്റ്റ് ആണെന്നിരിക്കുക. സോ വി ഹാവ് ദ ചോയ്സ് അല്ല, നമുക്ക് ഓപ്റ്റ് ചെയ്യാം. കുറച്ചൊരു ₹1 കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻ ടെക്നോളജിയിൽ ഡിപ്പെൻഡ് ആയിട്ടുള്ള കമ്പനീൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന് നമ്മളെന്താ ഇൻഡയറക്ട്ലി വി ആർ സപ്പോർട്ടിങ് ദാറ്റ് കമ്പനി. സോ അവർ മൈൻഡ് ഷുഡ് ബി ചേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് we must always support green technology based businesses. That is the main aim. So for നമുക്കിപ്പം ഗ്രീൻ ടെക്നോളജി ബേസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, വി ഹാവ് ടു ഗോ ഫോർ ദി ന്യൂ ടെക്നോളജീസ് അല്ലേ. ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ടെക്നോളജീസ് വെച്ചുകൊണ്ട് നമുക്ക് ഗ്രീൻ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വി ഹാവ് ടു ഡെവലപ്പ് അവർ ഓൺ ടെക്നോളജീസ്. ഓക്കെ, സപ്പോർട്ടിങ് സ്മോൾ ബിസിനസ് ദാറ്റ് യൂസ് ലോക്കൽ produce, take part in recycling and utilize green energy is a great way to stimulate your local economy and reserve resources at the same time. നമ്മൾ സ്മോൾ ബിസിനസ്സൊക്കെ, അതായത് മാക്സിമം റീസൈക്കിൾഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ
എന്താ പറയുക ഗ്രീൻ എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ടെക്നോളജീസിലുള്ള ബിസിനസ് അങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതാണ് റോൾ ഓഫ് ടെക്നോളജി ഇൻ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ഇതൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? വി മസ്റ്റ് ഹാവ് സം ടെക്നോളജി. ഓക്കെ, അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വന്നേ പറ്റൂ. റോൾ ഓഫ് ടെക്നോളജി ഇൻ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. നൗ ഹൗ ടെക്നോളജി ഈസ് ഡിപ്പെൻഡ് ഓൺ ദി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. Social sustainability covers a lot of ground, everything from basic human rights and cooperation governance to the more philosophical aspect of individual behaviors and attitude towards sustainability. ഇതാണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് റോൾ ഓഫ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന്. അതിൽ എന്തൊക്കെ നമ്മൾ ഈവൻ റൈറ്റ്സ് തൊട്ട് തുടങ്ങി ഈവൻ ഒരു മനുഷ്യൻ്റെ എന്താ പറയുക ഹാബിറ്റ് പോലും അതിൽ ഇൻവോൾവ് ആണ്. നമ്മൾ ചേഞ്ച് ആവണം ആദ്യം അല്ലേ. ആസ് എൻ ഇൻഡിവിജ്വൽ വി ഹാവ് ടു ചേഞ്ച്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കർത്തവ്യമാണെന്ന് ചിന്തിക്കുന്നിടത്ത് മാത്രമേ എന്ത് വരണം സോഷ്യൽ സസ്റ്റൈനബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇൻ ഓർഡർ ഫോർ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി ടു വർക്ക് ദേ ഹാവ് ടു ഫസ്റ്റ് ബി അക്സെപ്റ്റഡ് ആസ് അറ്റ് എ സോഷ്യൽ ലെവൽ. ഈ രണ്ട് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ആയിക്കോട്ടെ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി ആയിക്കോട്ടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സോഷ്യലി വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്താൽ മാത്രമേ ബാക്കി രണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഉള്ള കണ്ടീഷൻ ഇതുപോലെ നിലനിർത്തണം, എൻവയോൺമെൻറ്റ് ഇതുപോലെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളോട് ഗവൺമെൻറ് പറയുകയാണ് കൂടുതൽ CFL ബൾബ് പണ്ട് പറഞ്ഞു അല്ലേ. സാധാരണ ബൾബ് എന്താണ്? എനർജി കൺസ്യൂമിംഗ് ആണ്. പകരം നമ്മൾ എന്ത് ചെയ്യണം? എനർജി കുറച്ച് കൺസ്യൂം ചെയ്യുന്ന CFL പോലെ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് മാറി. അപ്പോഴും കുറേ ആൾക്കാർ കോസ്റ്റ് ഏതിനാണ് കുറവ്? മറ്റേ ബൾബിന് കുറവ്. അപ്പോൾ കുഴപ്പമില്ല എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴവരെന്തായി? കറണ്ടിൻ്റെ പൈസ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ അധികം ആൾക്കാർ CFL വരും. ഇപ്പോൾ CFL പിന്നെയുള്ള പഠനങ്ങളിൽ പറഞ്ഞതാണ് CFL എക്കോ ഫ്രണ്ട്ലി അല്ല. കാരണം അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, മെർക്കുറി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സോ വി ഹാവ് ചേഞ്ച്ഡ് അവർ ഐഡിയ. നമ്മളിപ്പോൾ എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു? വി ഹാവ് ഷിഫ്റ്റ് ടു LED ബൾബ്സ് അല്ല. LED പോലുള്ളതിലാണ് കൂടുതൽ ടെക്നോളജീസിലാണ് കൂടുതൽ ഡിപ്പെൻഡ് ആയില്ല. അത് CFL-നെക്കാട്ടിയും ലോ എനർജി കൺസപ്ഷനാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ എന്തിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു? കൂടുതൽ സേവിങ്സ് എന്നുള്ള രീതിയിലേക്ക് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് എനർജി കുറച്ച് ഉപയോഗിക്കുന്നത് എന്താണ്? ഈക്വലാണ്. കൂടുതലും കുറച്ച് ഉപയോഗിക്കുന്ന അതാണ് കൂടുതൽ ലാഭകരം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ലോസും കഴിഞ്ഞാണ് എത്തുന്നത്. സോ ഇഫ് യു ആർ ഏബിൾ ടു കൺസേർവ് 1 unit of energy, that is more than that of producing 1 unit of energy. Okay. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ്? നമ്മൾ സോഷ്യൽ ലെവലിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ഫസ്റ്റ് വി ഹാവ് ടു അക്സെപ്റ്റ്. നമ്മളൊരിക്കലും മാറില്ല. നമ്മൾ സാധാരണ ബൾബ് ഫിലമെൻറ്റ് ബൾബ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവരണം. അതൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി വരുന്ന കാര്യങ്ങളാണ്. People need to evaluate what is a want and what is a need. This is very important. And understand if these choose the want over the need, it might have future unwelcome consequences. നമുക്ക് എപ്പോഴും വാണ്ട് എന്താണ്, നീഡ് എന്താണ്? നീഡ് മീൻസ് എന്താ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്, അതില്ലാണ്ട് പറ്റില്ല എന്നുള്ളതാണ് നീഡ്. വാണ്ട് എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കണം, നമുക്കതില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. പക്ഷേ നീഡ് എന്ന് പറയുന്നത് ബേസിക് നെസസിറ്റീസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നീഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ വാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വാണ്ടിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എടുത്ത് തന്നിട്ടുണ്ട്. ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹോവിങ് എ ഗ്യാസ് ഗസ്ലിംഗ് ഹൈ ഫ്യൂൽ കൺസംപ്ഷൻ ഹമ്മർ മൈറ്റ് ബി മോർ ഇമ്പോർട്ടൻറ്റ് ടു ദം ദാൻ ഓപ്റ്റിംഗ് ഫോർ എ ഹൈബ്രിഡ് കാർ. എത്ര ആൾക്കാരുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ എത്ര ആൾക്കാരുണ്ടാവും? 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഹമ്മർ എന്ന് പറഞ്ഞ വണ്ടി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഹമ്മർ. അപ്പോൾ അത് എന്താണ്? സ്റ്റാറ്റസിൻ്റെ ഭാഗമാണ്. പക്ഷേ എന്താണ്? ഇറ്റ് ഈസ് ഹൈലി ഫ്യൂൽ കൺസ്യൂംഡ് ആണ് അല്ലേ. മൈലേജ് വളരെ കുറഞ്ഞിട്ടൊരു വണ്ടിയാണ്. പക്ഷേ അത് സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് മിക്ക ആൾക്കാർ എത്ര പൈസ കൊടുത്തിട്ടല്ല അത് വാങ്ങുന്നത്. പക്ഷേ അതിനേക്കാളും പൈസ കൊണ്ട് നമുക്ക് ഹൈബ്രിഡ് വെഹിക്കിൾ, അതായത് ഫ്യൂൽ കൺസംപ്ഷൻ കുറഞ്ഞിട്ടുള്ള സോളാർ എനർജിയൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിന്യൂവബിൾ എനർജീസിൽ മിക്സ് ആയിട്ടില്ല, അതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ബോത്ത് എനർജി യൂസ്ഡ് ഓൾട്ടർനേറ്റീവ്, ഇതിനാണ് ഹൈബ്രിഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ നമുക്ക് ഉണ്ടെങ്കിലും കാർ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് എന്താണ്? മോസ്റ്റ് ഓഫ് ദം ആർ ഓപ്റ്റിംഗ് ഫോർ ദ ഹമ്മർ ഓൺലി. അവിടെയാണ് പ്രശ്നം. സോഷ്യൽ തിങ്കിങ് വി ഹാവ് ടു ഫസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് ഇൻ അവർ സോഷ്യൽ ലെവൽ. അതാണ് നമ്മൾ ആദ്യം വേണ്ടത്. എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്, നമ്മൾ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ടും കൂടെ നമുക്ക് ജീവിക്കാം. നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൈബ്രിഡ് കാർ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഹൈബ്രിഡ് കാർ ഓപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിനേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യണം. സോ ഹിയർ ആൾസോ യു ക്യാൻ സി ടെക്നോളജീസ് ദർ. ഹമ്മർ എന്ന് പറയുന്നത് ടെക്നോളജിക്കലി അത്രയും ഹൈ ടെക്നോളജിയാണ്. പക്ഷേ നമുക്ക് എന്തില്ല? മൈലേജ് ഇല്ല. വളരെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമാണ് യൂണിറ്റ് ഫ്യൂവലിൽ സഞ്ചരിക്കാൻ പറ്റുക. ദാറ്റ് മീൻസ് ഫ്യൂവൽ കൺസംപ്ഷൻ ഇസ് മോർ. പക്ഷേ ഹൈബ്രിഡ് ആകുമ്പോൾ എന്താണ്? ഫ്യൂവൽ കൺസംപ്ഷൻ കുറവാണ്, നോൺ റിന്യൂവബിൾ എനർജി കൺസംപ്ഷൻ കുറവാണ് അല്ല. ഡീസൽ, പെട്രോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഡിപ്പെൻഡൻസി കുറയും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് കൺസർവ് ചെയ്യണമെങ്കിൽ.
Similarly, it is often more difficult to support small business or businesses that utilize green energy and sustainable practices because they are either hard to come by or more expensive. നമുക്ക് മിക്ക ആളുകളും ഇപ്പം ബിസിനസ് ചെയ്യുന്നവരായാലും അത് ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇതുതന്നെയാണ് റീസൺ. അതായത് ഒന്ന്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ എന്താണ്, എപ്പോഴും മോർ എക്സ്പെൻസീവ് ആകുന്നു എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോഴൊക്കെ എന്താണ്, ഒന്നുകിൽ മിക്കവാറും എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ സോഷ്യൽ ലെവലിൽ നമ്മുടെ ചിന്താഗതി മാറിയേ പറ്റും. The people may choose to go for the easier, more available and affordable option and support a business or company that does not have sustainable practices or use green energy. നമ്മളെപ്പോഴും നമ്മൾ ഈ രീതിയിലൊന്നും ചിന്തിക്കുന്നില്ല. എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കൂടുതൽ സപ്പോർട്ടാണ് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റിനെ പറ്റി നമ്മളധികം ചിന്തിക്കാറില്ല. ദിസ് ക്യാൻ ബി എ ടഫ് ഡിസിഷൻ ടു മേക്ക് പേഴ്സണലി ആൻഡ് ഫിനാൻഷ്യലി. മെനി പീപ്പിൾ ഫീൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ടു ഹാവ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ്. സി, എല്ലാവരും, മിക്ക ആൾക്കാരും ഇന്നത്തെ സമൂഹത്തിലുള്ള എല്ലാവരും ചിന്തിക്കുന്ന എന്താണ്, ഇറ്റ് ഈസ് ദ റൈറ്റ് ടു ഹാവ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് വേണം. ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അത് എൻവയോൺമെൻറ്റിൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് എഫക്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മൾ ബോധേഡല്ല. സോ എവറിത്തിങ് ഈസ് best of everything available, no matter what the cost, but it not promote economic and environmental sustainability. Social sustainability has to be addressed first. നമുക്ക് എന്ത് വേണം, ആദ്യം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അഡ്രസ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ടു ബി അഡ്രസ്ഡ് ഫസ്റ്റ്. എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് വേണം, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ആദ്യം അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ so here also everywhere technology is coming. See, only way to overcome the use of conventional energy sources or non-renewable energy sources going for the hybrid vehicles. So in case of transportation, if we go for the hybrid vehicle, so what is the limitation? We don't have that much technology regarding, of course slight changes are there, like ഒരുപാട് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. ഫർദർ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്തോറും സംഭവിക്കും, മറ്റുള്ള കാറുകളെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ വില എന്താ ഓൾമോസ്റ്റ് കമ്പയറബിൾ ആവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൾക്കാർ കൂടുതൽ എന്ത് ചെയ്യും, വിൽ ഗോ ഫോർ ദി ഹൈബ്രിഡ് കാർസ് ആൻഡ് ഓൾ. ഓക്കെ, അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. സോഷ്യൽ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെന്താണ്, ആദ്യം ഫസ്റ്റ് വേണ്ട എന്താണ്, നമ്മുടെ ഇടയിൽ ബാക്കിയുള്ള സസ്റ്റൈനബിലിറ്റീസും കൂടെ വേണമെന്നുള്ള നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിലേക്ക് ചിന്താഗതി വരണം. അപ്പോൾ അതാണ് റോൾ ഓഫ് ടെക്നോളജി ഇൻ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. Now we will discuss strategies of sustainable development. കുറച്ച് നമുക്ക് എങ്ങനെയൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ വി ഹാവ് ടു അഡോപ്റ്റ് ഈസ് യൂസ് ഓഫ് എക്കോ ഫ്രണ്ട്ലി ഫ്യൂൽ. ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഈസ്, റൈറ്റ് നൗ till now we are depending mainly on the fossil fuels, so we know that it is non-renewable source of energy. So first thing we have to do is use of eco-friendly fuel for the sustainable development. അതിന് പകരം റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഉപയോഗിക്കാൻ പറ്റിയാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സോ ഫസ്റ്റ് സ്ട്രാറ്റജി വി ഹാവ് ടു എയിം ഈസ് ടു use of eco-friendly fuel. The fuels such as petrol and diesel emit huge amount of carbon dioxide that add to the greenhouse impact. In order to control the pollution, the use of CNG and LPG, natural gas and liquid gas, should be promoted. These fuels are cleaner and eco-friendly. Okay, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് വേണം, അതിനനുസരിച്ച് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും കൂടെ കൊണ്ടുവന്ന് നമുക്ക് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ വി മസ്റ്റ് പ്രൊമോട്ട് ദീസ് ടൈപ്സ് ഓഫ് എനർജീസ് റാദർ ദാൻ going for the fossil fuels like petrol and diesel. Next strategy to achieve sustainable development is use of renewable resources. ഇതിപ്പം ഫസ്റ്റ് പോയിന്റ്, യൂസ് ഓഫ് എക്കോ ഫ്രണ്ട്ലി ഫ്യൂൽ മീൻസ് ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് നാച്ചുറൽ ഗ്യാസ്, എവറിത്തിങ് ഈസ് അവൈലബിൾ ഫ്രം ദ നാച്ചുറൽ ഇറ്റ്സെൽഫ്, ബട്ട് ഇറ്റ് ഈസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് റിസോഴ്സ് ആൾസോ, അതിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. പക്ഷേ നാച്ചുറൽ ഗ്യാസും LPG ഒക്കെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് എന്തിനും പെട്രോളും ഡീസലിനും റീപ്ലേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഒരുപാട് പൊല്യൂഷൻ കുറക്കാൻ പറ്റുന്നില്ല മാത്രമാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. നാച്ചുറൽ ഗ്യാസ് ഒന്നും പ്ലൻറ്റി ആയിട്ട് നമുക്ക് അവൈലബിൾ അല്ല, LPG ആയാലും അത്രയും പ്ലൻറ്റി ആയിട്ട് അവൈലബിൾ അല്ല. പക്ഷേ അതാണ് ഫസ്റ്റ് യൂസ് ഓഫ് എക്കോ ഫ്രണ്ട്ലി ഫ്യൂൽ മീൻസ് വി ഹാവ് ടു റെഡ്യൂസ് ദ പൊല്യൂഷൻ, ദാറ്റ് ഈസ് അവർ മെയിൻ കൺസേൺ. ഓക്കെ, ഫസ്റ്റ് തിങ് ടു പ്രൊട്ടക്ട് അവർ എൻവയോൺമെൻറ്റ് ഈസ് ടു റെഡ്യൂസ് ദ പൊല്യൂഷൻ ബൈ റീപ്ലേസിങ് പെട്രോൾ ആൻഡ് ഡീസൽ by CNG and LPG. We can somehow move towards a sustainable development. Second thing is use of renewable energy resources. Here comes the technology issues. നമുക്ക് പ്ലെൻറ്റി ഓഫ് റിന്യൂവബിൾ എനർജീസ് അവൈലബിൾ ആണ്, വിൻഡ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്, സോളാർ എനർജി അവൈലബിൾ ആണ്, അല്ലെ വാട്ടർ അവൈലബിൾ ആണ്, എവറിത്തിങ് ഈസ് അവൈലബിൾ ഫോർ us, but technology, lack of technology is the main problem. India being tropical country is well
endowed with the sunlight, water and wind energy. These natural resources are renewable and pollution free. Thus, attempts should be made to harness the solar and wind energy by employing different technologies and to go for the rainwater harvesting. All these things are to be implemented at the earliest in order to attain the sustainable development. So this is the second strategy. Third strategy is regarding saving, that is use of recyclable പ്രൊഡക്ട്സ്. നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുമ്പോഴും എന്താണ്, നമ്മൾ സ്വാഭാവികമായിട്ട് കല്ലും സിമെൻറ്റൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ സിമെൻറ്റും കല്ലൊക്കെ പൊളിച്ച് കളയാണെന്ന് വിചാരിക്കുക ബിൽഡിങ്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ വേസ്റ്റ് ആയി പോകണം. സിമെൻറ്റൊക്കെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും യൂസ് ചെയ്ത സിമെൻറ്റ് വേസ്റ്റാണ്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നേരെ മറിച്ച് അതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബൈൻഡിങ് സൊല്യൂഷൻസ് വേറെ എന്തെങ്കിലും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, പൊളിച്ച് കഴിയുമ്പോഴും നമുക്ക് ആ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 90% നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഈസ് അച്ചീവ്ഡ് അല്ലേ, അങ്ങനെ പറയാൻ പറ്റും. നേരെ വെച്ചൊരു 20% മാത്രമേ നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അതിലുള്ളൂ. പൊളിച്ച് കഴിയുമ്പോൾ ഫുള്ള് മാറ്റേണ്ടതാണെങ്കിൽ പിന്നെ അതിനെക്കൊണ്ട് നമുക്ക് കാര്യമില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വേസ്റ്റ് ഫോർ ദി എൻവയോൺമെൻറ്റ്. So the household waste materials like newspapers, old bottle, used batteries, etc. should be accumulated and should be distinguished as biodegradable and non-biodegradable wastes. The non-biodegradable wastes like plastic, etc. should be recycled and reused. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് റീസൈക്കിൾ റീയൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക. അപ്പോൾ അതിനെക്കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ, ഇൻഡയറക്ട്ലി വി ആർ നോട്ട് യൂസിങ് മച്ച് റിസോഴ്സസ് ഫ്രം ദ എൻവയോൺമെൻറ്റ് ഓർ ഫ്രം ദി നാച്ചർ അല്ലേ. നമുക്ക് ഇല്ലെങ്കിൽ നമ്മളൊരു പുതിയ സാധനം ഉണ്ടാക്കണം, നമ്മൾ നാച്ചുറൽ എന്നുള്ള റിസോഴ്സ് എടുക്കണം. അതിന് പകരം നമ്മൾ റീയൂസബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ, റീസൈക്കിളബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറൽ ഡിപ്പെൻഡൻസി നമുക്ക് കുറക്കാൻ പറ്റും. ബാക്കിയുള്ളത് നമുക്ക് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് towards sustainable development strategy is use of recyclable product. The last one is judicious use of electricity. See, our main energy source is electricity. We are depending on it. So without electricity we can't even think about our life. So electricity is a resource which is used in all households in our locality. It is one such resource which is already in short supply and may not be available for the future generation if we do not start using it judiciously. ഇപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള തലമുറക്ക് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ദ ഈസിയസ്റ്റ് സ്ട്രാറ്റജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് യൂസ് ദ പവർ ഇൻ എൻ എഫിഷ്യൻറ്റ് manner without wasting it, not minor manner, without wasting it. This can be done by using energy efficient equipments. So always we have to opt for the energy efficient equipments and we have to always be careful about the ഓവർ കൺസപ്ഷൻ ഓഫ് ദി എനർജി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മളെന്താണ് നമുക്ക് വേണ്ട സമയങ്ങളൊക്കെ ലൈറ്റും ഫാനൊക്കെ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് എനർജി സേവ് ചെയ്യാൻ പറ്റും. പ്രൊഡ്യൂസ് ചെയ്യാണ്ട് നമുക്ക് സേവ് ചെയ്യാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ ജുഡീഷ്യസ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് in order to achieve the total sustainability. Okay, so these four are the important strategies of sustainable development. Strategies of sustainable development എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ. അതിൻ്റെ കൂടെ നിങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം പോയിന്റ്സ്. യു ക്യാൻ റെഫർ ആൻഡ് ആഡ് ദ പോയിന്റ്സ്. ഓക്കെ, ഡിപ്പെൻഡിങ് ബേസ്ഡ് ഓൺ ദ മാർക്ക്. ഒരു 5 മാർക്ക് 6 മാർക്കിന് വരെയൊക്കെ ആണെങ്കിൽ ഈ 4 പോയിന്റ് പറഞ്ഞാൽ മതി. കൂടുതൽ മാർക്കിന് വരെയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ പോയിന്റ്സ് ആഡ് ചെയ്യാം. ദിസ് ഐ എം നോട്ട് ഡിസ്കസിങ് വാട്ട് പ്രൊഫഷൻ ക്യാൻ ഡു ഇൻ പ്രോജക്ട്സ്. നമ്മളൊരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആസ് എ പ്രൊഫഷൻ നിങ്ങൾക്ക് എന്തൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ബോത്ത് സ്ലൈഡ്സ് എക്സ്പ്ലെയിൻസ് ദിസ് വാട്ട് പ്രൊഫഷൻ ക്യാൻ ഡു ഇൻ പ്രോജക്ട്സ്. ഓക്കെ, ഇപ്പോൾ സിവിലായിരിക്കണം, ട്രാൻസ്പോർട്ടേഷൻ, അർബൻ ഡെവലപ്മെൻറ്റ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരുമ്പോൾ, ഡിസൈൻ പ്രോജക്റ്റ് വരുമ്പോഴേക്കും, അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മളെപ്പോഴും എന്താണ് സസ്റ്റൈനബിലിറ്റിക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. എനിവേ ഐ വിൽ ഷെയർ ദിസ് സ്ലൈഡ്. Please go through this one also. That's all about for now. We will see with millennium development in the next presentation.